നമസ്കാരം സുഹൃത്തുക്കളെ, ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. കേരളത്തിലെ ലക്ഷക്കണക്കിന് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളെ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം. നിരവധി വാർത്തകളും സോഷ്യൽ മീഡിയ പോസ്റ്റുകളും പലവിധ പ്രചരണങ്ങളും അതിനിടയിൽ പ്രചരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലർക്കും യഥാർത്ഥ സ്ഥിതി എന്താണെന്ന ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാനുള്ളത് സർക്കാർ ഇപ്പോൾ സ്ഥിരീകരിക്കുന്ന സമീപനം എന്താണ്, പരിശോധന എന്തുകൊണ്ട് നടക്കുന്നത്, നിലവിൽ ലഭിക്കുന്നത് എത്ര രൂപയാണ്, 3000 രൂപ സംബന്ധിച്ച് ഔദ്യോഗികമായി എന്താണ് സ്ഥിതി, ഇനി മുന്നോട്ടുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് എന്നീ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ. മുഴുവനായും കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ അറിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ വീഡിയോ കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് കടക്കാം. തിരഞ്ഞെടുപ്പ് സമയത്തും അതിനുശേഷവും ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന പ്രതീക്ഷ പൊതുജനങ്ങൾക്കിടയിൽ ശക്തമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും പലരും പുതിയ പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുന്നത്. സർക്കാർ ഈ വിഷയത്തിൽ നൽകിയിരിക്കുന്ന വാഗ്ദാനം പൂർണ്ണമായും ഉപേക്ഷിച്ചിട്ടില്ലെന്നാണ് ലഭ്യമായ ഔദ്യോഗിക വിശദീകരണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇപ്പോൾ സർക്കാർ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ പരിശോധിക്കുന്ന നടപടികൾക്കാണ്. ഇത് പലർക്കും ആശങ്ക ഉണ്ടാക്കിയെങ്കിലും സർക്കാർ വിശദീകരിക്കുന്നതനുസരിച്ച് പരിശോധനയുടെ ലക്ഷ്യം മറ്റൊന്നാണ്. പെൻഷൻ വാങ്ങുന്ന എല്ലാവരുടെയും വിവരങ്ങൾ കൃത്യമാണോ, യോഗ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ, ആർക്കെങ്കിലും അനർഹരായി ആനുകൂല്യം ലഭിക്കുന്നുണ്ടോ, യോഗ്യതയുള്ളവർ പുറത്തായിട്ടുണ്ടോ, ഒന്നാമതായി യോഗ്യതയില്ലാത്തവർ പട്ടികയിൽ ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്തുക, രണ്ടാമതായി യാഥാർത്ഥത്തിൽ അർഹരായിട്ടും ഇതുവരെ ഉൾപ്പെട്ടിട്ടില്ലാത്തവരെ കണ്ടെത്തി ഭാവിയിൽ ഉൾപ്പെടുത്തുക. ഇത് വെറും പേരുകൾ ഒഴിവാക്കാനുള്ള നടപടിയല്ലെന്നാണ് സർക്കാർ വിശദീകരിക്കുന്നത്. പെൻഷൻ വിതരണം കൂടുതൽ സുതാര്യമാക്കുക എന്നതാണ് പ്രധാന ഉദ്ദേശം. അതുപോലെ തന്നെ കേരളത്തിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. ഏകദേശം 62 ലക്ഷത്തോളം ഗുണഭോക്താക്കളാണ് വിവിധ വിഭാഗങ്ങളിലായി ഉൾപ്പെട്ടിരിക്കുന്നത്. ഇത്രയും വലിയ പട്ടിക പരിശോധിക്കുക എന്നത് വളരെ വലിയ ഭരണ നടപടിയാണ്. ഓരോരുത്തരുടെയും വിവരങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വിവിധ വകുപ്പുകളിൽ നിന്നുള്ള രേഖകൾ തമ്മിൽ പൊരുത്തപ്പെടേണ്ടതുണ്ട്. ഇതിനായി സമയം ആവശ്യമാണ്. പെൻഷൻ തുക 2000 രൂപയിൽ നിന്ന് 3000 രൂപയാക്കി ഉയർത്തുകയാണെങ്കിൽ ഓരോ ഗുണഭോക്താവിനും മാസത്തിൽ അധികമായി 1000 രൂപ നൽകേണ്ടി വരും. ഗുണഭോക്താക്കളുടെ എണ്ണം ലക്ഷക്കണക്കായതിനാൽ സർക്കാരിന് ഓരോ മാസവും വലിയ അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാവും. ഒരു മാസത്തെ അധിക ചിലവ് മാത്രമല്ല, ഒരു വർഷം മുഴുവൻ കണക്കാക്കുമ്പോൾ അത് ആയിരക്കണക്കിന് കോടി രൂപയുടെ ബാധ്യതയായി മാറും. അതുകൊണ്ട് തന്നെ സാമ്പത്തിക ആസൂത്രണവും ഇതുമായി ബന്ധപ്പെട്ട പ്രധാന ഘടകമാണ്. പലരും ചോദിക്കുന്ന ചോദ്യമാണ്, എന്തുകൊണ്ടാണ് സർക്കാർ തിരക്കിട്ട് ഉത്തരവിറക്കാത്തത് എന്നുള്ളത്. ഇതിന് ഭരണപരവും സാമ്പത്തികപരവുമായ നിരവധി കാരണങ്ങളുണ്ട്. പട്ടിക കൃത്യമാകാതെ പെൻഷൻ വർദ്ധിപ്പിച്ചാൽ അനർഹർക്കും കൂടുതൽ തുക ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ അർഹരായ ചിലർ പുറത്തു തന്നെ തുടരാനും സാധ്യതയുണ്ട്. അതിനാൽ ആദ്യം സംവിധാനം ക്രമപ്പെടുത്തുക എന്ന സമീപനമാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് ലഭ്യമായ വിവരം. പരിശോധന പൂർത്തിയായ ശേഷം പുതുക്കിയ ഗുണഭോക്തൃ പട്ടിക തയ്യാറാക്കാൻ സാധ്യതയുണ്ട്. അതിനുശേഷം സർക്കാർ സാമ്പത്തിക സാഹചര്യം വിലയിരുത്തും. തുടർന്നായിരിക്കും പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ട തീരുമാനം ഉണ്ടാകാൻ സാധ്യത. എന്നാൽ ഇതെല്ലാം സാധ്യതകളാണ്. ഇപ്പോൾ തന്നെ തീരുമാനമെടുത്തതായി ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. ഇപ്പോൾ ഗുണഭോക്താക്കൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് അവരുടെ രേഖകൾ കൃത്യമായി സൂക്ഷിക്കുകയാണ്. ആവശ്യമായ വിവരങ്ങൾ ബന്ധപ്പെട്ട അധികാരികൾ ആവശ്യപ്പെട്ടാൽ സമയബന്ധിതമായി നൽകണം. പരിശോധനാ നടപടികൾ പൂർത്തിയാക്കി ഗുണഭോക്തൃ പട്ടിക കൂടുതൽ കൃത്യമാക്കിയ ശേഷം മാത്രമേ സർക്കാർ അടുത്ത തീരുമാനങ്ങളിലേക്ക് കടക്കാൻ സാധ്യതയുള്ളൂ. അതുവരെ 3000 രൂപ വിതരണം ആരംഭിച്ചു എന്ന തരത്തിലുള്ള സ്ഥിരീകരിക്കാത്ത വാർത്തകൾ വിശ്വസിക്കാതെ ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം പിന്തുടരുക. സർക്കാർ പുതിയ ഉത്തരവ്, പെൻഷൻ വർധനവ്, വിതരണം ആരംഭിക്കുന്ന തീയതി, പരിശോധനയുടെ തുടർ നടപടികൾ എന്നിവ സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പുകൾ വന്നാൽ അതിന്റെ കൃത്യമായ വിശദാംശങ്ങളുമായി ഞങ്ങൾ ഉടൻ തന്നെ മറ്റൊരു വീഡിയോയിലൂടെ എത്തുന്നതായിരിക്കും. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഏറ്റവും പുതിയ സർക്കാർ ആനുകൂല്യ വാർത്തകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്. നന്ദി, നമസ്കാരം.